പീപ്പിൾ ഇംപാക്ട് കണ്ണൂരിൽ നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിയുടെ വസ്ത്രമഴിച്ച് പരിശോധന നടത്തിയ സംഭവത്തിൽ 4 അധ്യാപികമാർക്ക് സസ്പെൻഷൻ. നടപടി സ്കൂൾ മാനേജ്മെന്റിന്റേത്. അന്വേഷണ വിധേയമായാണ് സസ്പെൻഷൻ. വിവരങ്ങളുമായി ജോഷില ചേർന്നുണ്ട്. ജോഷില, സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടി ഉണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നമ്മൾ പുറത്തുവിട്ട നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനികളുടെ അടിവസ്ത്രമഴിച്ച് പരീക്ഷാ ഹാളിൽ പ്രവേശിപ്പിച്ച സംഭവത്തിൽ വൻ പ്രതികരണങ്ങളാണ് സമൂഹത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് SFIയുടെ നേതൃത്വത്തിൽ ഈ സ്കൂളിലേക്ക് മാർച്ച് അടക്കം സംഘടിപ്പിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന പുതിയ വിവരം അനുസരിച്ച് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 4 അധ്യാപികമാരെ മാനേജ്മെന്റ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഷീജ, ഷഹീന, ബിന്ദു, ഷാഹിന എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അധ്യാപികമാർ ഈ സമയത്ത് സ്കൂളിൽ ചാർജിലുണ്ടായിരുന്ന അധ്യാപികമാരെയാണ് ഇത്തരത്തിൽ മാനേജ്മെന്റ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതേസമയം പരീക്ഷാ ക്രമക്കേട് പരിശോധിക്കാൻ ഉൾപ്പെടെ CCTV ക്യാമറ അടക്കമുള്ള മറ്റ് അത്യന്താധുനിക സംവിധാനങ്ങൾ ഉണ്ടായിട്ടും കോപ്പിയടി ഇല്ലാതാക്കാൻ പ്രാകൃതമായ രീതിയാണ് അധികൃതർ സ്വീകരിച്ചതെന്ന് SFI സംസ്ഥാന സെക്രട്ടറി വിജിൻ അല്പസമയം മുമ്പ് കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പരീക്ഷാ കേന്ദ്രങ്ങളിൽ നടന്ന സംഭവങ്ങളെ തെമ്മാടിത്തരം എന്നല്ലാതെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. കണ്ണൂരിലെ കുഞ്ഞിമംഗലം കോവപ്പുറത്തെ ടിസ്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് വിദ്യാർത്ഥിയുടെ അടിവസ്ത്രം അഴിച്ച് പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിപ്പിച്ചത്. വിദ്യാർത്ഥിനികളെ അപമാനിച്ച സംഭവം ന്യായീകരിക്കാൻ കഴിയാത്തതാണെന്നും പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മാനസികമായി ആശ്വാസം നൽകേണ്ട ഉത്തരവാദിത്തമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടതെന്നും അവർ പറയുകയുണ്ടായി. പാവപ്പെട്ട വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ പ്രത്യേക വസ്ത്രം ധരിപ്പിക്കേണ്ട സ്ഥിതി രാജ്യത്തിന് അപമാനമാണെന്നും വിജിൻ പറയുകയുണ്ടായി. മാത്രമല്ല, ഇത്തരം വസ്ത്രമഴിച്ചുള്ള പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയവർക്കെതിരെയും ഇത്തരത്തിൽ വിദ്യാർത്ഥിനികളോട് പെരുമാറിയവർക്കെതിരെയും കർശനമായ അച്ചടക്ക നടപടിയും നിയമ നടപടിയും സ്വീകരിക്കണമെന്നും SFI ആവശ്യപ്പെട്ടു. സൗമ്യ, ജോഷിലാണ് വിവരങ്ങൾ നൽകിയത്. അടിവസ്ത്രം അഴിച്ച് പരിശോധന നടത്തിയ നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളുടെ അടിവസ്ത്രം അഴിച്ച് പരിശോധന നടത്തിയ സംഭവത്തിൽ അധ്യാപികമാർക്കെതിരെ സസ്പെൻഷൻ നടപടി കോളേജ് മാനേജ്മെന്റിന്റേതാണ് നടപടി.